ഒരു കഷ്ണം ചെമ്മീൻ എടുക്കുക, ഒരു കഷ്ണം പിക്കിള്, കുറച്ച് ഒപ്പടത്ത് പൊട്ടിക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് കുഴച്ചിട്ട് ആയിക്കിടുക. ഓ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂനസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടൈറ്റിൽ കണ്ട പോലെ തന്നെ അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ്, ഈസിയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സിയാദ് കുറച്ച് മുരിങ്ങടയില കൊടുന്നു, അത് വെച്ച പരിപ്പ് കറിയും നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഇല്ല, ഇതാണ് നമ്മളെ ഇന്നത്തെ വിഭവം. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, ചെമ്മീൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. കണ്ട നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ചെറിയൊരു നാരുണ്ടാവും, അത് എന്തായാലും എടുത്തിട്ട് കളയണം. പിന്നെ ഫ്രഷ് ചെമ്മീൻ എടുക്കാൻ ശ്രമിക്കുക, നല്ല ടേസ്റ്റ് ആണ് ഈ സാധനം. അപ്പൊ നമുക്ക് മസാല വരട്ടി വെക്കാം. ചെമ്മീന് നിങ്ങൾ കഴുകുമ്പോൾ തിരുമ്പി കഴുകരുത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള നീര്, അതിന്റെ ജ്യൂസ് ഒക്കെ ഉണ്ട്, അത് മുഴുവനായിട്ട് മിസ്സാകാൻ പാടില്ല. അതാണ് ഈ ഫ്രൈഡേയും കറിയുടെ ഒക്കെ ടേസ്റ്റ്. 1/2 കിലോ ചെമ്മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ട മസാലകൾ ഞാൻ എന്താ ചേർക്കണമെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂണ് നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 മുറി ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ ആയാലും കുഴപ്പമില്ല. അത് മസാല ഒന്ന് ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ മസാലകളൊക്കെ ഈ പാത്രത്തേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഈ ലെമൺ ജ്യൂസ്. ഇത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെന്നുള്ളവരും നിങ്ങൾക്ക് വേണമെങ്കിൽ എരി കൂട്ടിയിടാം. ഇതില് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി കുഴച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി വേപ്പില ഇടാൻ സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അതൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും ഇതിന്റെ മസാലക്ക്. നമുക്കിത് ഒരു 10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. നമ്മളെ ചെമ്മീൻ ഇപ്പൊ നന്നായിട്ട് മസാല പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇത് നമ്മൾ ആദ്യം തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഫ്രൈ പാനിക്ക് ഇട്ട്, പിന്നെ ഇതിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ചേർക്കാൻ പോവാണ്. ഈ വെള്ളം നമ്മൾ നന്നായിട്ട് ഇതിലത്തെ മസാല ഒക്കെ ഒന്ന് അടക്കുക, അല്ലെങ്കിൽ മറ്റേ വെള്ളം ഒഴിക്കുക, കുഴപ്പമില്ല. നമുക്ക് ഇതിലത്തെ മസാല ഓൾറെഡി ഉണ്ടല്ലോ ഇതില്. ഈ വെള്ളം ഈ ചെമ്മീനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം വരും, നമുക്കിത് കത്തിക്കാം. എന്നിട്ട് ചെറിയ ഇതിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് വെന്ത് വരണം. ഇല്ലെങ്കിൽ ചെമ്മീൻ ഭയങ്കര ഹാർഡായി പോകും. ചെമ്മീന് നന്നായിട്ട് ചൂടായി, വെള്ളം നന്നായി ചൂടായി വരണം കേട്ടോ. അത് ചെറിയ ഇതിന്റെ കളറൊന്ന് മാറും, ചെമ്മീൻ്റെ ചെറിയൊരു വൈറ്റ് കളർ വരും ചെറുതായിട്ട്. ഇപ്പൊ ചെമ്മീന് ഒന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട് നന്നായിട്ട്. കണ്ടോ, ഈ വെള്ളം ഒന്ന് ഇനി കുറച്ചിങ്ങനെ വറ്റി വരണം. ചെമ്മീനിൽ നിന്നുള്ള വെള്ളം കൂടി വരും. ആ സമയത്ത് നമുക്കിതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ. ഇതിന്റെ മസാല തന്നെ നല്ല ടേസ്റ്റാണ് ചോറി കൂടി കഴിക്കാൻ. വേറെ ഒരു സാധനം വേണ്ട, ചെമ്മീന്റെ മസാലയും ഈ ചോറും. ഇപ്പോ ചെമ്മീൻ ഏകദേശം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കാം. ഈ സൈഡിലുള്ള ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ചേർക്കണം കേട്ടാ. അതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ മസാല. ഇതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ വെള്ളം കൂടി കിടന്നിട്ട് വേകണം. ഒരു പ്രത്യേക സ്മെല്ലും വരും, പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഈ വെളിച്ചെണ്ണ ഇതിലൊപ്പം വേകണതിന്റെ. ഇപ്പൊ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇതിന്റെ മസാല കണ്ടില്ലേ, ആ മസാല തന്നെ പ്രത്യേക ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ ആവശ്യം നേരത്തെ കുറച്ച് കുറഞ്ഞു തോന്നുന്നുണ്ട്, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. ഈ വെളിച്ചെണ്ണ കൂട്ടി ചോറ് കഴിക്കാൻ നമുക്ക്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നത്. കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ വേണം കുറച്ചോ. അതിന്റെ ആ കളർ തന്നെ കണ്ടില്ലേ, ഒരു പ്രത്യേക കളറാണ്. വേറെ ഒന്നും ചെയ്തില്ല, മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഉള്ളതിൽ, വേറെ ഒരു മസാല ഇല്ല അതില്. ഇതൊന്ന് നമുക്ക് ഡ്രൈ ആയി വരണം.
അപ്പൊ ചെമ്മീന് പാകമായിട്ട് വരുന്നുണ്ട്. അതിന്റെ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരാനുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പാകമാകാത്തപ്പെട്ടെങ്കിലും ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. ഞാൻ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുന്ന ചെറിയ മസാല തന്നെ നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ മണം തന്നെ മുക്കി കയറുമ്പോ ഇപ്പൊ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചു നേരം കൂടി അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടാവുന്ന നോക്കട്ടെ. ഉപ്പില്ലെങ്കിൽ കുറച്ച് നമുക്ക് ചേർക്കാം. നോക്കട്ടെ. ഓ സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ മസാല തന്നെ മതി ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആണ്. ഇതിപ്പോ ഒന്നും കൂടി ട്രൈ ആയി കഴിഞ്ഞാൽ നിർത്തും. ഇപ്പൊ തന്നെ മതിയാക്കി തിന്നാൻ തോന്നുന്നുണ്ട്. നല്ല ആ മണം തന്നെ വരുമ്പോഴേ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അതിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചായോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടം വരുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമ്മളെ ചെമ്മീൻ നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലിട്ടിട്ട് നമുക്കിതിൻ്റെ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇനി കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്കിതിൻ്റെ ഒപ്പമുള്ള സാധനങ്ങൾ നല്ല ചെമ്മീൻ ഫ്രൈ, പരിപ്പും മുരിങ്ങടലയും കറി വെച്ചത്, നല്ല കുത്തരി ചോറ്, പിക്കിള്, പപ്പടം. ഇന്നൊരു പൊള്ളി പൊളിക്കും നമ്മൾ കഴിച്ച് കാണിച്ചത്. നമ്മൾ ആ പൊരിച്ച ചട്ടിയിൽ കുറച്ച് ചോറ് ഇട്ട്, നല്ല ചൂടുള്ള ചോറാണ്. ആ ചോറിൻ്റെ ഒപ്പം കുറച്ച് കറിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. നമുക്ക് എന്തിനു കറി ഒഴിച്ച് വെച്ചാൽ ഇതുമലത്തെ മസാല കൊണ്ടല്ലേ ശരിക്കും ഇളകി എടുത്ത് ചോറിക്ക് പിടിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ പ്ലേറ്റിലേക്ക് ഇടാം. ഇനി ഞാൻ കഴിച്ച് കാണിച്ചു തരാം. നമ്മൾ ചോറിലേക്ക് ഒരു പപ്പടം പൊരിച്ചെടുക്കുക, ഒരു കഷ്ണം ചെമ്മീൻ എടുക്കുക, ഒരു കഷ്ണം പിക്കിള് അതെടുത്തിട്ട് കുറച്ച് പപ്പടത്ത് പൊട്ടിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് കുഴച്ചിട്ട് വായിക്കിടുക. ഓ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തന്നെ വേണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.